നമസ്കാരം. ഗുൽമോഹർ എഡ്യൂ ടി വിയിലേക്ക് സ്വാഗതം. കേരള പോലീസിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഏത് കാലത്തും ഓർമ്മിക്കപ്പെടുന്ന അധ്യായമാണ് കഴിഞ്ഞ ദിവസം എഴുതപ്പെട്ടത്. കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുഞ്ഞുങ്ങളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ദിവിൽ കുമാർ, രാജേഷ് എന്നിവരെ 19 വർഷത്തിന് ശേഷം CBI അന്വേഷണ സംഘം പിടികൂടിയപ്പോൾ അതിന് വഴിയൊരുക്കിയത് കേരള പോലീസിൻ്റെ അതിനിർണായക നീക്കമായിരുന്നു. എന്തായിരുന്നു കേരള പോലീസ് നടത്തിയ ആ നിർണായക നീക്കം? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഫെബ്രുവരിയിലാണ് അഞ്ചൽ അലയമൺ സ്വദേശിനി രഞ്ജിനിയെയും 17 ദിവസം മാത്രം പ്രായമായ ഇരട്ട കുഞ്ഞുങ്ങളെയും കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മക്കളുടെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന് രഞ്ജിനി പ്രതി ദിബിൽ കുമാറിനോട് ആവശ്യപ്പെട്ടതായിരുന്നു അരുംകൊലയ്ക്ക് കാരണം. ദിബിൽ കുമാർ കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതോടെ യുവതി നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങി. ആ നീക്കം ദിബിലിനെ പ്രകോപിപ്പിച്ചു. സുഹൃത്തും സൈനികനുമായ കണ്ണൂർ സ്വദേശി രാജേഷും ദിബിലും ഒന്നിച്ചാണ് ക്രൂരകൃത്യം ആസൂത്രണം ചെയ്തത്. പോലീസ് അന്വേഷണം തങ്ങളിലേക്കെത്തിയെന്ന് ഉറപ്പായതോടെ സൈനികരായ രണ്ടുപേരും ഒളിവിൽ പോവുകയായിരുന്നു. ഒടുവിൽ 19 വർഷത്തിന് ശേഷം പുതുച്ചേരിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പ്രതികളെ CBI സംഘം പിടികൂടിയത്. പേരും രൂപവും മേൽവിലാസവും ഒക്കെ മാറ്റി പുതിയ ജീവിതാവസ്ഥകൾ സൃഷ്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ കേരള പോലീസ് നടത്തിയ സൈബർ നിരീക്ഷണമാണ് കുരുക്കിലാക്കിയത്. ഏകദേശം 10,000-ഓളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് ഇതിനായി പോലീസ് പരിശോധിച്ചത്. പുതുച്ചേരിയിൽ പ്രതികളിൽ ഒരാളുടെ ജീവിത പങ്കാളിയായ അധ്യാപിക സ്വന്തം സമൂഹമാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ദിബിൽ കുമാറിനെയും രാജേഷിനെയും കുടുക്കിയത്. 10 വർഷത്തിൽ അധികമായി ഒളിവിൽ കഴിയുന്ന പ്രതികളുടെ ചിത്രങ്ങൾ കേരള പോലീസ് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയിരുന്നു. ഒളിവിൽ പോകുമ്പോൾ ദിബിൽ കുമാറിന് 23 വയസ്സും രാജേഷിന് 28 വയസ്സുമായിരുന്നു പ്രായം. അന്നത്തെ അവരുടെ ലഭ്യമായ ചിത്രങ്ങൾ ശേഖരിച്ച ശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴും രൂപത്തിലുണ്ടാകുന്ന മാറ്റം AI സഹായത്തോടെ അന്വേഷണ സംഘം ചിത്രീകരിച്ചു. ദിബിലിൻ്റെയും രാജേഷിൻ്റെയും ഇത്തരത്തിലുള്ള 20 സാധ്യതാ ചിത്രങ്ങൾ അന്വേഷണ സംഘം തയ്യാറാക്കിയിരുന്നു. ഈ ചിത്രങ്ങളോട് സാമ്യമുള്ള ചിത്രങ്ങൾ ഏതെങ്കിലും സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്താൽ പോലീസിൻ്റെ സൈബർ കുറ്റാന്വേഷണ വിഭാഗത്തിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുമായിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള 10-ലധികം അലർട്ടുകൾ പോലീസിന് ലഭിച്ചു. ഇതിനിടയിലാണ് അധ്യാപിക ഒരു യാത്രക്കിടയിലെടുത്ത കുടുംബചിത്രം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത്. ചിത്രത്തിലെ യുവാവിന് പ്രതികളിൽ ഒരാളുടെ AI ചിത്രവുമായുള്ള സാദൃശ്യം മനസ്സിലാക്കിയതോടെ കേരള പോലീസ് വിവരം CBI സംഘത്തിന് കൈമാറി. CBI അന്വേഷണ സംഘം 2 ആഴ്ചയോളം അധ്യാപികയുടെ പോസ്റ്റുകൾ നിരീക്ഷിച്ചു. ഇവർ നേരത്തെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും പരിശോധിച്ച ശേഷം യുവാവിനെ നേരിട്ട് നിരീക്ഷിക്കാൻ CBI അന്വേഷണ സംഘം പുതുച്ചേരിയിൽ എത്തി. ഇയാൾ നടത്തുന്ന സ്ഥാപനത്തിൽ കണ്ടെത്തിയ മറ്റൊരാളുമായി രണ്ടാമത്തെ പ്രതിയുടെ AI ചിത്രത്തിനും സാദൃശ്യം കണ്ടെത്തിയതോടെ CBI സംഘം പ്രതികളെ ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഇരുവരും കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ഇതോടെ 19 വർഷക്കാലം നീണ്ടുനിന്ന അന്വേഷണ നടപടികൾക്കാണ് വിരാമം ആയത്. അഞ്ചൽ രഞ്ജിനി കൊലക്കേസ് പ്രതികൾ പിടിയില എന്ന വാർത്തകൾക്കൊപ്പം കേരള പോലീസിൻ്റെ വിശ്രമരഹിതമായ അന്വേഷണ മികവും പ്രകീർത്തിക്കപ്പെടുകയാണ്.